നമ്മളവിടെ ആദ്യം കാണിച്ചിരുന്നതല്ലാത്തതിൻ്റെ കളർ ചേഞ്ചാണ് ഇതൊന്ന്. അതുപോലെ ഇതും അതുപോലെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ചെയ്തത്. പക്ഷെ അതിപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. 2 ടർട്ടിൽ വൈൻ ഉണ്ട്, ഒന്ന് ഗ്രീനും ഒന്ന് നമ്മൾ പർപ്പിൾ ടർട്ടിൽ വൈനും. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഫ്ലെയിം വയലറ്റും നല്ല ഭംഗിയുണ്ട് കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മഴക്കാലത്തിന് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചത് ചെയ്തത്. പക്ഷെ അതിപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനേ കാണിക്കുന്നത് എൻ്റെ ഈ ടർട്ടിൽ വൈനുകളുണ്ടോ. അപ്പോൾ ഈ ടർട്ടിൽ വൈൻ ഇവിടെ ഈ മഴയത്ത് ഇങ്ങനെ കിടന്നിട്ടേ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. മഞ്ഞ കളറാവൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് മാറ്റൽ നിർബന്ധമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഇത് മഴ കൊള്ളാത്തൊരു ഭാഗത്തേക്ക് മാറ്റുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് മാറ്റാനുള്ള ടർട്ടിൽ വൈനുകൾ മാത്രമല്ല കേട്ടോ, എല്ലാ ഹാങ്ങിങ് പ്ലാന്റ്സും മാറ്റണം. അതായത് ഫ്ലെയിം വയലറ്റും ഒക്കെ മഴ കൊണ്ടാൽ കേടുവരുന്നത് തന്നെയാണ്. അപ്പോൾ അവർക്ക് മാറ്റണം. അപ്പോൾ ഒക്കെ ഈ സൺസൈഡിൻ്റെ ചോട്ടിലേക്ക് മാറ്റാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ എല്ലാ ചെടികളൊക്കെ ഇപ്പോൾ തൂക്കി വെച്ചിട്ടുള്ള ഓരോ ഹുക്കിൽ ഓരോന്ന് തൂക്കിയിട്ടുണ്ട്, അതൊക്കെ പറിച്ചെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ അവിടെ ഒരു കമ്പി കൊടുക്കുകയാണ് കേട്ടോ. ആദ്യം ഞങ്ങൾ എന്ത് ചെയ്യാമെന്ന് കുറേ ആലോചിച്ച് നോക്കി. അപ്പോൾ കയറ് വെച്ച് കെട്ടാൻ നോക്കി, അപ്പോൾ അതൊന്നും നടക്കണില്ല. പിന്നെ ഒരു പട്ടിയെ കഷ്ണം വെച്ച് കെട്ടി നോക്കി, അപ്പോൾ അതൊരു ഭംഗിയില്ല കാണാൻ. അങ്ങനെ അതൊക്കെ ചെയ്ത് നോക്കിയാണ്ട് ഒരു പരീക്ഷണം തോറ്റപ്പോഴാണ് പിന്നെ ഈ ഒരു ഐഡിയ നോക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഒരു കമ്പി വാങ്ങിച്ചു കൊടുന്നു. അത്യാവശ്യം ലെങ്ത്തിലൊരു കമ്പി വാങ്ങിയിട്ട് അതാണ് കേട്ടോ ഇനി ഇവിടെ വെക്കാൻ പോകുന്നത്. ഇക്കാക്ക് ഈ വീടിൻ്റെ മുന്നിൽ ഒരുപാട് ചെടികൾ ഇങ്ങനെ നിറച്ചും തൂക്കിയിടണമെന്ന് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു തൽക്കാലം മഴ കയ്യോളം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇക്കാനെ കൊണ്ട് സംഭവിപ്പിച്ചത്. അപ്പോൾ ഇങ്ങനെ ഈ കമ്പൊക്കെ വെച്ച് കെട്ടിയപ്പോൾ ഇക്ക പറഞ്ഞാൽ അതൊന്നും റിസ്ക് എടുക്കണ്ട, അപ്പോൾ നമുക്ക് ഞാൻ അതിൽ എന്താ വെച്ചാൽ വാങ്ങിച്ചു തരാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഐഡിയയിലേക്ക് തിരിഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് എല്ലാ ചെടികളും ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ ഈ ഒരു പൈപ്പാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ചെടികളൊക്കെ അയച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു ടർട്ടിൽ വൈനൊക്കെ അയച്ചെടുത്തു. ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് ഇതാ ഈ ഒരു കമ്പിയാണ്, കാണുന്നുണ്ടോ നിങ്ങൾക്ക് ഇതാ. അപ്പോൾ ഇതൊരു 1/2 ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ പൈപ്പാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഹുക്കിലത് കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് എത്ര ചെടികൾ വേണമെങ്കിലും അതിൽ സെറ്റാക്കാം. അപ്പോൾ നമ്മളെ ഹുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്ത് 2 ഹുക്കാണ് ഉള്ളത്. ആ ഹുക്ക് ഒന്ന് ചെറുതും ഒന്ന് വലുതുമാണ്. അല്ലെങ്കിൽ നല്ല സുഖമാണ്, പെട്ടെന്ന് ആ ഒരു കമ്പി അതിൻ്റെ ഉള്ളിലൂടെ കോർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇങ്ങനെയല്ല, അതിൻ്റെ ഓപ്പോസിറ്റിലാണ് ഹുക്ക് കിടക്കണമെന്ന് വെച്ചാൽ അതുമാതിരി ചെറിയ കയർ വെച്ചാണ്ട് ഈ കമ്പിയാണ് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇത് ഭയങ്കര സിമ്പിളാണ്, ആ ഒരു ഹുക്കിൽ കോർത്ത് കൊടുത്താൽ മതി. പക്ഷെ ആ ഒരു ഭാഗത്ത് നിന്ന് കോർത്ത് നോക്കുമ്പോൾ ഇവിടെ തടയാണ്. പിന്നെ ഞാൻ അവിടെ നിന്നൊക്കെ ഇറങ്ങി ഇപ്പുറത്തെ സൈഡിൽ വന്ന് അതിലൂടെ കോർത്ത് നോക്കുകയാണ്. അപ്പോൾ റെഡിയായി. കാരണം ഹുക്ക് ഒന്ന് ചെറുതും ഒന്ന് വലുതും ആയതുകൊണ്ട് കമ്പി നേരെ ടൈറ്റായിട്ടാണ് നിൽക്കുന്നത്. സൺസൈഡുമ്പോൾ ഇങ്ങനെ തട്ടിയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അതുകൊണ്ട് പിന്നെ എന്താ അറിയുമോ, ആ ഒരു സൺസൈഡുമ്പോൾ ഇങ്ങനെ തട്ടി നിൽക്കുന്നതുകൊണ്ട് ഇത് കാണൂല. നമുക്ക് ചെടി തൂക്കി കഴിഞ്ഞാൽ ആ ഒരു ചെറിയൊരു ബെൻഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ പുറത്തുനിന്ന് ഒരാൾ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു വടി കാണൂല കേട്ടോ. അപ്പോൾ നല്ല സിമ്പിളാണിത്. അപ്പോൾ നമ്മൾ 2 കമ്പി കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഒന്ന് ഇവിടെയാണ് കേട്ടോ കൊടുക്കാൻ കരുതിയിട്ടുള്ളത്, അതിൻ്റെ ഓപ്പോസിറ്റിൽ. അപ്പോൾ ഇവിടെ ഒന്നും ആ ഭാഗത്ത് ഒന്നുമാണ് കൊടുക്കുന്നത്. അപ്പോൾ രണ്ടും ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഫുള്ള് ചെടികളൊക്കെ റിമൂവ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെയൊക്കെ ഇത് സെറ്റാക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ഏതൊക്കെ ചെടികളാണ് വെക്കുന്നത്, എങ്ങനെയൊക്കെയാണ് വെക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മളിതാ ഈ വേക്കിലുള്ള ഈ കമ്പിയിലൊക്കെ വെച്ചിട്ടുള്ള ഈ ചെടികളൊക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റാമല്ല കേട്ടോ. അതൊക്കെ പിന്നെ നമ്മൾ ഇവിടുന്ന് മാറ്റിയിട്ട് ആ ഒരു ഷെയ്ഡിലേക്ക് മാറ്റണം. പിന്നെ അതേപോലെ അതാ നമ്മളെ ടർട്ടിൽ വൈന് ഞാനിപ്പോൾ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട്, കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ടർട്ടിൽ വൈന് ഞാൻ അവിടുന്ന് മേലെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു കമ്പുമ്പോൾ വെറുതെ കെട്ടി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ താഴെ വെറുതെ തൂക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇത് ആ കമ്പിയിലോട്ട് കയറ്റണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇവിടെയുള്ള ഈ ചെടികളിൽ നല്ലതൊക്കെ നോക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാം. പിന്നെ കുറച്ച് ഫ്ലെയിം വയലറ്റിൻ്റെ കുറച്ച് ഇതുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഭാഗത്ത് സെറ്റാക്കിയിട്ട് വെക്കാമെന്നാണ് കരുതിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം അത് എടുക്കാം നമുക്ക്. ആദ്യം കാണിച്ചിരുന്നതല്ലാത്തതിൻ്റെ കളർ ചേഞ്ചാണ് ഇതൊന്ന്. അതുപോലെ ഇതും അതുപോലെ തന്നെയാണ്. അപ്പോൾ മൊത്തം ഒരു 4 കളർ ചേഞ്ചാണ് എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ ഈ 4 നമുക്ക് ഓരോടത്ത് ഒരേ ലെവലിലാക്കിയിട്ട് തൂക്കാം. 2 ടർട്ടിൽ വൈൻ ഉണ്ട്, ഒന്ന് ഗ്രീനും ഒന്ന് നമ്മളെ പർപ്പിൾ ടർട്ടിൽ വൈനും. അപ്പോൾ ഇത് ഞാനിപ്പോൾ അടുത്തൊന്ന് വെട്ടി കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇന്നലെയാണോ ഒന്ന് വെട്ടി കൊടുത്തത് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട്. ഇതും അതുപോലെ തന്നെ റൗണ്ട് ഷേപ്പിലാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഫ്ലെയിം വൈറ്റിൻ്റെ കൂട്ടത്തിൽ നമ്മൾ തൂക്കാൻ ഉദ്ദേശിക്കണ ഈ 2 കേട്ടോ. അപ്പോൾ ഇതും കൂടി അവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും.
ഇന്നിപ്പോൾ നല്ലൊരു കാലാവസ്ഥയാണ്. അപ്പോൾ നമുക്ക് എല്ലാ ചെടികളും ഒന്ന് റെഡിയാക്കി എടുക്കാറുണ്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതുമ്പോൾ കയറി ഇറങ്ങി പണിയായി. എന്തായാലും നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാനിവിടെ വെക്കുന്നത് ടർട്ടിൽ വൈനാണ് കേട്ടോ. ഈ ഒരു തലക്കെന്നാണ് അങ്ങോട്ട് ഇങ്ങനെ വെച്ച് പോകുകയാണ്. അപ്പോൾ ആദ്യം വെക്കുന്നത് ഒരു ടർട്ടിൽ വൈന്. ഇനി നമ്മൾ അടുത്തത് നെക്സ്റ്റ് ഒരു ഫ്ലെയിം വയലറ്റ് വെക്കുക. പിന്നെ അതിന് ശേഷം വീണ്ടും ഒരു കളർ ചേഞ്ച് ആയിട്ടുള്ള ഫ്ലെയിം വയലറ്റ്, അങ്ങനെ ചേഞ്ച് ചെയ്ത് ഇങ്ങനെ അത് വെക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഈ ഫ്ലെയിം വയലറ്റുകളൊന്നും ഒരേ ഏജിലുള്ളതല്ല കേട്ടോ. ചിലത് 2 മാസത്തെ വളർച്ചയുള്ളൂ, ചിലത് 1 മാസത്തെ വളർച്ചയുള്ളൂ. അപ്പോൾ ഈ തലക്കത്ത് വെച്ചിരിക്കുന്നത് 6 മാസം കഴിഞ്ഞതാണ്. അപ്പോൾ ഒക്കെ ഒന്നും ഒരേ ഓർഡറിലെല്ലാം ആവില്ല. അതെന്തായാലും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ ഫുള്ള് ഫ്ലെയിം വയലറ്റും പിന്നെ നമ്മളെ ടർട്ടിൽ വൈനും വെച്ചാണ്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മഴക്കാലത്ത് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചത് ചെയ്തത്. പക്ഷെ അതിപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. ിട്ടത് അപ്പോൾ നമ്മളെ പോർച്ചിൻ്റെ ഫ്രണ്ട് വശമാണിത്. അപ്പോൾ അതാണ് ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ ഒരു ലാസ്റ്റ് അതിൻ്റെ വ്യൂ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ള് സെറ്റാക്കി എടുത്തതിന് ശേഷമുള്ള ആ ഒരു വ്യൂ ആണിട്ടത്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ പോർച്ചിൻ്റെ ഫ്രണ്ടിൽ ഫുള്ള് ഒരേ ലെവലിൽ ഫ്ലെയിം വയലറ്റും ടർട്ടിൽ വൈനുമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിതാ ഈ ഒരു ഭാഗത്ത് ടർട്ടിൽ വൈനും ബാക്കിയുള്ള കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് തിക്കായി വരാനൊക്കെ ഉണ്ട്. ആ ഒരു തെർമോക്കോളിൽ വെച്ചത് ഞാൻ ഏകദേശം ഒരു 1.5 മാസമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ഇനിയൊക്കെ കവർ ചെയ്ത് വന്നാൽ തെർമോക്കോളൊന്നും കാണാത്ത രീതിയിലാവണം. അപ്പോൾ അത് മഴയത്ത് വെച്ചിട്ടാണ് 2 കളറായിക്കുന്നുണ്ടോ, ഒന്ന് മഞ്ഞ് അല്ലാതെ വെച്ചത് കണ്ടോ, അത് നല്ല പച്ച കളറിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ട് വേണം. അപ്പോൾ ഇതാണ് ഈ ഒരു ഭാഗത്ത് സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഒരു വീടിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ. ഇപ്പോൾ ഇങ്ങനെയാണ്. ഇവിടെ പോർച്ചിൻ്റെ അവിടെ ഇങ്ങനെ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ്, പിന്നെ ഇവിടെ ഈ ഫ്രണ്ടിൽ നമ്മളൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഈ വശത്താണ് പിന്നെ കൊടുത്തിട്ടുള്ളത്. അത് ഇതാ ഇങ്ങനെയാണ്. അപ്പോൾ മൊത്തം ഇതാണ് ഫൈനൽ വ്യൂ കേട്ടോ. ഇത്രയും സെറ്റ് ചെയ്തായപ്പോഴേക്കും തന്നെ മഴ ചാറാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഇത് പറയുന്നത് സിറ്റ് ഔട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ആ ബാക്കിൽ കാണുന്ന ഭാഗമാണ് കേട്ടോ നമ്മളെ പോർച്ചിൻ്റെ ആ ഒരു ഫ്രണ്ട് വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞങ്ങളെ ഈ ഹാങ്ങിങ് പ്ലാന്റ് സെറ്റ് ചെയ്യുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.